ഇപ്പോൾ റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ബാറിൽ കുറേ ഐക്കൺസും കാണുന്നുണ്ട്, ഇവിടെ ഫെദർന്നും കാണുന്നുണ്ട് അല്ലേ? എന്താണെന്നാ പറയുന്നത്? ഫസ്റ്റ് ഐക്കൺ വന്നിട്ട് ന്യൂ സെലക്ഷൻ എന്ന് പറയാം. ഇത് ഈ പറഞ്ഞ ന്യൂ സെലക്ഷൻ ഈ സാധനങ്ങളൊക്കെ എല്ലാ സെലക്ഷനിലും കോമൺ ആണ്, കണ്ട ഈ സെലക്ഷൻ ഐക്കണൊക്കെ. അപ്പോൾ ഇതേ സംഭവം തന്നെ ഇതിൽ തന്നെ സെയിം തന്നെ ആയിരിക്കും, ഇതേ പ്രോസസ് തന്നെയാണ് അതിലുണ്ടാവുക. അപ്പോൾ റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ എടുത്ത് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാനൊരു ബോക്സ് വരച്ചു, അപ്പോൾ ഒരു സെലക്ഷൻ വന്നു. ഞാൻ ഇവിടെ വരച്ചു, ഇപ്പം എന്തായി? ഇവിടെയുള്ള ബോക്സ് പോയി പുതിയ ബോക്സ് വന്നു. അതുകൊണ്ടാണ് ന്യൂ സെലക്ഷൻ എന്ന് അതിനെ പറയാം. മൗസിൻ്റെ കേഴ്സർ അതിൽ കൊണ്ട് വെച്ചാൽ അതിൽ തന്നെ കാണിച്ചു തരും, ഇവിടെ എഴുതി ഇടണുണ്ടല്ലേ ന്യൂ സെലക്ഷൻ. ഓക്കെ, ഞാൻ ഇവിടെ എത്ര തവണ വരച്ചാലും ന്യൂ സെലക്ഷനേ വരുള്ളൂ. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ആഡ് സെലക്ഷൻ, ഒരു പ്ലസ് കൂടെ വന്നു, കണ്ടാ? ഫസ്റ്റത്തെ ന്യൂ സെലക്ഷനിൽ ആ ടൂളിൽ ഇവിടെ പ്ലസ് കണ്ടിട്ടായിരുന്നില്ല, ഇപ്പോൾ അടിച്ചപ്പോൾ ആ വലിയ പ്ലസിൻ്റെ കൂടെ ചെറിയൊരു പ്ലസും കൂടി വന്നു. ഇപ്പോൾ ഇവിടെ ആൾറെഡി ഒരു സെലക്ഷൻ ഉണ്ട്. ഇനി ഞാൻ വരച്ചു കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോവില്ല. എത്ര തവണ വരയ്ക്കണോ അതിൻ്റെ കൂടെ ആ സെലക്ഷൻ ആഡ് ആവും. അതുകൊണ്ടാണ് അതിന് ആഡ് സെലക്ഷൻ എന്ന് പറയാം. ഫസ്റ്റുള്ളത് ന്യൂ സെലക്ഷൻ, രണ്ടാമതുള്ളത് ആഡ് സെലക്ഷൻ. ഇതേ സെലക്ഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എലിപ്റ്റിക്കൽ മാർക്കറ്റ് ടൂൾ എടുത്തു, എന്നിട്ട് ആഡ് സെലക്ഷൻ കൊടുത്താലും സെലക്ഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ ടൂൾ മാറ്റിയാലും ആ സെലക്ഷൻ അവിടെ തന്നെ ഇപ്പോൾ സർക്കിളായിട്ട് ആഡ് ആവണമെന്നുള്ളൂ, കണ്ടാ? ഇനി ഞാൻ എന്ത് ചെയ്യണോ? അടുത്ത് മൂന്നാമത് എടുക്കണം. മൂന്നാമത് എടുത്തപ്പോൾ മൈനസ് വന്നു, രണ്ടാമത് എടുത്തപ്പോൾ പ്ലസ് ആവുന്നെങ്കിൽ മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ അതിന് കൂടെ ചെറുതായിട്ട് മൈനസ് വന്നു. അതെന്താണ്? ആൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മൈനസ് ആക്കും. ഞാൻ ഇപ്പോൾ ഇവിടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ പുറത്ത് ഈ ഭാഗത്തൊന്നും ഇല്ല. അവിടെ എന്ത് വരച്ചാലും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, കാരണം അവിടെ സെലക്ഷൻ ഇല്ല. അപ്പോൾ ആൾറെഡി സെലക്ട് ചെയ്ത ഭാഗത്ത് ഞാൻ അവിടെ ടൂൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഭാഗം മൈനസ് ആക്കും. സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്ന് പറയും. മൗസിൻ്റെ കേഴ്സർ പോയാൽ കാണിച്ചു തരും, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ. സബ്ട്രാക്ട് ചെയ്യും, എവിടെ ആൾറെഡി സെലക്ട് ചെയ്ത ഭാഗത്തിൻ്റെ ആ പോർഷൻ നമുക്ക് സബ്ട്രാക്ട് ചെയ്യും. എവിടെയാണ് വരയ്ക്കണമെന്ന് ഇവിടെ സബ്ട്രാക്ട് ചെയ്യും. ഇനി അടുത്ത് നാലാമത് വന്നിട്ട് ഇന്റർസെക്ട് എന്ന് പറയും. ഇന്റർസെക്ട് പറയുന്നത് അപ്പോൾ വരയ്ക്കാൻ പോണത് ഞാൻ വീണ്ടും റെക്ടാങ്കിൾ മാർക്കറ്റ് ടൂൾ തന്നെ എടുത്തു, അല്ലെങ്കിൽ ലാസോ ടൂൾ എടുക്കാം. ലാസോ ടൂൾ സെലക്ഷൻ തന്നെയാണ്. ഇന്റർസെക്ട് സെലക്ഷൻ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഒരു എക്സ് എന്നായിരിക്കും വരിക ആ ടൂളിൻ്റെ കൂടെ. ആഡ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആയിരിക്കും, സബ്ട്രാക്ട് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും, ഇന്റർസെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആയിരിക്കും, ഒരു എക്സ്. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നാലാമത്തെ ഐക്കണ്. ഇനി ഞാൻ ലാസോ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് ലൈന്. ഇങ്ങനെ ലൈന് വരച്ചിട്ട് വിട്ടിട്ടില്ല, വിടുന്നതിന് മുമ്പായതിന് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വരച്ചതിൻ്റെ കൂടെ ഇവിടെ ഇത്രയും ഒരു ഭാഗം സെലക്ഷൻ ഉണ്ട്, ഇത്രയും ഭാഗം വേറെ സെലക്ഷൻ ഉണ്ട്. ഈ വരച്ചതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സെലക്ഷൻ ഉണ്ടോ ആ സെലക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇന്റർസെക്ട്. ഇനി ആ ക്ലിക്ക് വിടുകയാണ്, വിട്ട് കഴിയുമ്പോൾ എന്താണോ ഞാൻ മാർക്ക് ചെയ്തത് അത് മാത്രം നിലനിൽക്കും, ബാക്കിയൊക്കെ ഒഴിവായി പോയി. ഇനി ഞാൻ ഇന്റർസെക്ട് എടുത്തത് അങ്ങനെ ചെറുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഞാനിത് റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂളാണ് എടുക്കുന്നത് പറഞ്ഞാലോ, ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? അവിടെ സെലക്ഷൻ ഒന്നും ഇല്ല. സെലക്ട് ചെയ്ത ഭാഗത്താണ് ഞാൻ ഇന്റർസെക്ട് കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം സെലക്ഷൻ വരും. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചു, സെലക്ഷൻ കളഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഈ ആഡ് സബ്ട്രാക്ട് ഇതൊക്കെ ഇവിടെ പോയി ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് ഐക്കൺസ് മാറ്റിയത്. ഇത് പകരം നമുക്ക് ന്യൂ സെലക്ഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല. തൽക്കാലം നമുക്ക് കീബോർഡിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കി. സാധാരണ എപ്പോഴും ന്യൂ സെലക്ഷനിൽ വരച്ച് കഴിഞ്ഞാൽ പുതിയ ബോക്സ് വന്നുകൊണ്ടേയിരിക്കും. ആഡ് സെലക്ഷൻ വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട, നമ്മുടെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഷിഫ്റ്റ് എപ്പോഴാണോ പ്രസ് ചെയ്യണത് ആ സിറ്റുവേഷനിൽ ആഡ് സെലക്ഷനിലേക്ക് ആ ഐക്കൺ ജമ്പ് ചെയ്യും. കണ്ടോ? അതേപോലെ ഇവിടെ പ്ലസ് കൂടി വന്നു. ആ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ വരച്ച് കഴിഞ്ഞാൽ ആഡ് ആയിരിക്കും വരിക. സബ്ട്രാക്ട് വന്നിട്ട് ആൾട്ട് പിടിച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ട്. ഇപ്പോൾ ഷിഫ്റ്റ് പ്ലസ് ആണെങ്കിൽ ആൾട്ട് സബ്ട്രാക്ട്. അപ്പോൾ ഷിഫ്റ്റും ആൾട്ടും രണ്ടും ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇന്റർസെക്ട്. ഓക്കെ, ഇത്രയാണ് സെലക്ഷന്റെ കാര്യത്തിൽ പറയണത്. ഇനി അടുത്തതിന് താഴെ ഇവിടെ ഇത് കഴിഞ്ഞ ശേഷം ഫെദർ എന്ന് എഴുതിയുണ്ട് അല്ലേ?
0 പിക്സൽ എന്ന് എഴുതിയിരിക്കണത്. ഞാനൊരു സെലക്ഷൻ എടുത്തിട്ട് ലെയർ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം പുതിയൊരു ലെയർ എടുത്തു. പുതിയ ലെയർ എടുക്കുകയാണെങ്കിൽ ലെയർ ബോക്സിന് താഴെ ഏറ്റവും അവസാനത്തുനിന്ന് രണ്ടാമത്തെ അവസാനം വന്ന് ഡിലീറ്റ് ആണ്. അതിന് തൊട്ട് പിന്നിൽ ക്രിയേറ്റ് ന്യൂ ലെയർ അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബ്ലാങ്ക് ലെയർ വരും. ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ സെലക്ഷൻ വരച്ചു, ഷിഫ്റ്റ് പിടിച്ചു, കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടാൻ വേണ്ടി ഒരു സെലക്ഷൻ കൊടുത്തു. അതിന് ഫെദർ 0 ആണ്. ഞാൻ കളർ അപ്ലൈ ചെയ്തു. ഇതിലുള്ള കളർ റെഡാണ്. ആൾട്ട് ബാക്ക് സ്പേസ്. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചു, സെലക്ഷൻ കളഞ്ഞു. കാരണം പുതിയ ലെയറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും ഞാൻ ഒരു ലെയർ കൂടി എടുക്കുന്നു. ഇതിന് ഞാൻ ഫെദർ വന്നിട്ട് ഒരു 20 കൊടുക്കും. 20 പിക്സൽ കൊടുത്തിട്ട് എൻ്റർ കൊടുത്തു. അതേ റെക്ടാങ്കുലർ ടൂളിൽ അതേ അളവിൽ ഏകദേശം അതിൻ്റെ മുകളിൽ തന്നെ അതേ അളവിൽ കിട്ടുന്ന പോലെ ഷിഫ്റ്റ് പിടിച്ചിട്ട് ഞാൻ വരച്ചു. ഓക്കെ, അറിയാൻ വേണ്ടി ഞാൻ റെഡ് കളർ മാറ്റിയിട്ട് ഇവിടെ പിക്കർ ടൂളിൽ ഞാൻ ഗ്രീന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ റെഡ് മാറി ഗ്രീനായി. അതേ ഷോർട്ട് കട്ട് ആൾട്ട് ബാക്ക് സ്പേസ്. ഓക്കെ, സെലക്ഷൻ കളയണു, കൺട്രോൾ ഡി. വീണ്ടും ഞാൻ പുതിയ ലെയർ എടുക്കണു. അതേപോലെ റെക്ടാങ്കുലർ ടൂൾ എടുക്കണം. മുമ്പ് ഇപ്പോൾ 20 പിക്സൽ എന്നുള്ളത് ഞാൻ 50 ആക്കണം. 50 ആക്കിയിട്ട് എൻ്റർ അടിച്ചു. എന്നിട്ട് റെക്ടാങ്കുലർ ടൂൾ എടുത്ത് ഒന്നും കൂടി അതേ അളവിന് ഒന്നും കൂടി ഞാൻ ഷിഫ്റ്റ് പിടിച്ച് വരച്ചു. ഓക്കെ, ഇനി ഇത്തവണ ഞാൻ കളർ മാറ്റി ബ്ലൂവിൽ കൊണ്ടുവരും. ബ്ലൂ ഓക്കെ കൊടുത്തു. ഇപ്പോൾ ബ്ലൂ കളറായി അവിടെ. ഇനി ആൾട്ട് ബാക്ക് സ്പേസ്, കൺട്രോൾ ഡി. ഇനി മൂവ് ടൂൾ എടുക്കാൻ വി അടിച്ചു. ഇപ്പോൾ 3 കളറും 3 ലെയറിലാണ് അല്ലേ? ഒരേ ലെയറിലാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലൂ ലെയർ ഇത് കാണുന്ന ലെയർ മാത്രം ബ്ലൂവിലുള്ളൂ. ഈ ലെയറിൽ ഗ്രീന് മാത്രമേ ഉള്ളൂ. ഈ ലെയറിൽ റെഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ മാത്രമേ നീങ്ങുള്ളൂ. ഈ ലെയർ സെലക്ട് ചെയ്യണമെങ്കിൽ റെഡ് മാത്രമേ നീങ്ങുള്ളൂ. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മറ്റേ മൂവ് ടൂൾ എടുത്തിട്ട് മൗസിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് വരും കണ്ട. ലെയർ 1 ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആയിരിക്കുന്നത് ഏതാണ്? ലെയർ പാനൽ കണ്ട, ബാക്ക്ഗ്രൗണ്ട് ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെയർ 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ലെയർ 1. ഓരോ തവണയും ലെയർ പാനലിൽ പോയി സെലക്ട് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. തുടക്കത്തിന് കുഴപ്പമില്ല. പിന്നെ ഒരുപാട് പുതിയ ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ പഠിക്കുക. കണ്ടോ, അവിടെ ലെയർ 2 കണ്ടില്ലേ? ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ 3 വരുള്ളൂ. ലെയർ 1ഉം ലെയർ 2ഉം ഒന്നും കാണുന്നില്ല അവിടെ. കാരണം എന്താണ്? ഈ ഭാഗത്ത് ലെയർ 3 മാത്രമേ ഉള്ളൂ. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ 2 മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പോയി സെലക്ട് ചെയ്യണ്ട, ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ വേണ്ട, അപ്പോൾ ലെയർ പാനൽ ഹൈഡ് ചെയ്തു. ഗ്രീൻ സെലക്ട് ചെയ്യണം പറഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ലെയർ 2 കൊടുത്തു. അപ്പോൾ ഗ്രീൻ മാത്രം മൂവ് ആയി. റെഡ് വേണം പറഞ്ഞാൽ റെഡ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ലെയർ 1 ക്ലിക്ക് ചെയ്തു, മൂവ് ആയി. ഓക്കെ, ഇപ്പോൾ 3 കളറിനും കളർ കൂടാതെ എന്താണ് വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് സ്മൂത്തായിട്ട് പോകണം അല്ലേ? ഞാൻ സൂം ചെയ്തു, കൺട്രോൾ പ്ലസ് അടിച്ചു. കണ്ടില്ലേ? റെഡ് എഡ്ജ് ഷാർപ്പാണ്, വൃത്തിക്ക് കാണുന്നുണ്ട്. ഗ്രീനിൻ്റെ എഡ്ജ് എന്താണ്? ഷാർപ്പ് പോയി, അത് സ്മൂത്തായി. ഗ്രീനിൻ്റെ സംബന്ധിച്ചിടത്തോളം ബ്ലൂവിൻ്റെ കാര്യം എന്താണ്? കുറച്ചും കൂടി സ്മൂത്തായി, ഫെയ്ഡായി പോയി. എന്താ കാരണം? ഞാൻ ഫെദർ ഇവിടെ 50 കൊടുത്തു, ഇതിൽ 20 കൊടുത്തു, റെഡിൽ 0 കൊടുത്തു. 0 കൊടുത്തപ്പോൾ ഷാർപ്പായി പിക്സൽ. ഇപ്പോൾ സൂം ചെയ്താൽ നല്ല സൂം ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ പിക്സൽ കറക്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും കാണുന്നില്ല കേട്ടാ. കറക്റ്റ് വൈറ്റും ബ്ലാക്കും ആയിട്ടാണ് കാണുന്നത്. ഇതിൽ നോക്കിയേ കണ്ടാ, പിക്സലുകൾ കാണുന്നുണ്ടല്ലേ? അതായത് ചെറുതായിട്ട് ഗ്രീനിൽ നിന്ന് ലൈറ്റ് ആയിട്ട് പോയിട്ട് അങ്ങനെ വൈറ്റിലേക്ക് ഫെയ്ഡ് ആവുകയാണ്. ഇതാണ് ഫെദർ പറയുന്നത്. എന്തിനാണ് ഫെദർ യൂസ് ചെയ്യുന്നത് പറയുന്നത്? നമ്മളൊരു ഇമേജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ഇതങ്ങനെ കട്ട് ചെയ്ത് ഫെദർ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒട്ടിച്ച പോലെ ഉണ്ടാവും. ചുമര് മേലെ ഒട്ടിച്ച പോലെ ഉണ്ടാവും. അപ്പം ചെറുതായിട്ടൊരു ഫെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചുമരുമായിട്ട് സിങ്ക് ആവും. നമ്മൾ ശരിക്കും ആ ചുമര് ശരിക്കും റിയലായിട്ട് അയാൾ അവിടെ നിൽക്കണ പോലെ ഫീൽ വരും. ആ ഫെദർ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് നീ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചാണെന്ന് അറിയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെറുതായിട്ട് ഫെദർ കൊടുക്കുക.
അത് ഫെദർ എങ്ങനെ അളവ് കൊടുക്കണം പറഞ്ഞാൽ പിക്ചറിന്റെ വലിപ്പത്തിനനുസരിച്ച് മാറും. ഇപ്പോൾ ചെറിയ പിക്ചറാണ് പറയുന്നത് ചിലപ്പോൾ ഫെദർ ചെറുതായി കൊടുത്താൽ മതി. വലിയ പിക്ചറാണ് പറയുന്നത് ഫെദർ അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും. പിക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഫെദർ മാറും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഇതാണ് ഫെദറിൻ്റെ കാര്യം.